ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഭാരതം നിരന്തരമായി ഭീകരവാദത്തിനെതിരെ പോരാടുന്നുവെന്നുള്ള സന്ദേശം ലോകത്തിന് മുൻപാകെ നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ പങ്ക്, നേരത്തെയും പാകിസ്ഥാൻ പല ഭീകരവാദത്തിനും പ്രോത്സാഹനം നൽകിയിരുന്നു അടക്കമുള്ള തെളിവുകൾ ഭാരതം ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗത്തുകൂടി ഭാരതം ഒരു ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. നമുക്കറിയാം, നേരത്തെയും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതാണ്. പക്ഷേ ചൈനയുടെ ഇടപെടൽ കാരണം അതിൽ നിന്ന് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് വിടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കരിമ്പട്ടികയിൽപ്പെടുത്തണം എന്നുള്ളതാണ് ഭാരതത്തിന്റെ ആവശ്യമായി വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നയതന്ത്രപരമായിട്ടുള്ള സാമ്പത്തിക നടപടികളിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ പാകിസ്ഥാന് മേൽ അത് ഏത് രീതിയിലുള്ള സ്വാധീനമാണ് അല്ലെങ്കിൽ സമ്മർദ്ദമാണ് ചെലുത്താൻ സാധിക്കുക? കാരണം നമ്മളത് ഒരു ഭാഗത്ത് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കാം എന്ന് കരുതുമ്പോൾ മറുഭാഗത്ത് പാകിസ്ഥാന് എല്ലാ സഹായവുമായി ചൈന നിൽക്കുന്നുണ്ട്. ചൈനയോടൊപ്പം തന്നെ തുർക്കിയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് നിന്നുകൂടി ചില അനുകൂല പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ സാമ്പത്തികമായി ഞെരുക്കിയാൽ അത് പൂർണ്ണമായ രീതിയിൽ ഒരു 100% ഫലപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയുമോ? ഭീകരതയുടെ വേരുകൾ തേടിയുള്ള യാത്രയിൽ എത്തി നിൽക്കുന്നത് ഭീകരതയ്ക്കുള്ള ഫണ്ടിംഗ് ആണ്. സോഴ്സ് ഓഫ് ഫണ്ടിംഗ് ഇല്ലാതെ ഒരു ഭീകരതയ്ക്കും നിലനിൽക്കാനാവില്ല. ഈ ഫണ്ടുകൾ നൽകുന്നവർക്ക് അതിന് പിന്നിൽ ചില ഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ സോഴ്സ് കണ്ടെത്തുമ്പോൾ തെളിയുന്ന ചിത്രമെന്ന് പറയുന്നത് പാകിസ്ഥാൻ കാലാകാലങ്ങളിൽ ഈ സാമ്പത്തികമായ പൂർണ്ണമായ അരാജകത്വത്തിലേക്ക്, അനാവശ്യമായ ഡോളിങ്ങിലേക്ക്, അനാവശ്യമായ ചെലവുകളിലേക്ക്, എല്ലാം ധൂർത്തടിയിലേക്ക്, അഴിമതിയിലേക്ക് എല്ലാം നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വിദേശത്തു നിന്ന് വരുന്ന പണത്തെ ആശ്രയിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ പാകിസ്ഥാൻ കടത്തിൻ്റെ അങ്ങേയറ്റത്താണ്, കടക്കെണിയിലാണ്. അത് ചൈന നൽകിയ തുക തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല, വീണ്ടും തുക നൽകുന്നു, തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല, ഡെറ്റ് ട്രാപ്പിലാണ്. IMFൻ്റെ ബെയിൽ ഔട്ട് പാക്കേജിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വരുന്ന തുക നല്ലൊരു പങ്ക് ഭീകരതയ്ക്ക് വേണ്ടി ഡൈവേർട്ട് ചെയ്യുകയാണ്. അത് ആർമിയിലേക്ക് എത്തുന്നു. ആർമിയും ISIയും തമ്മിൽ ബന്ധമുണ്ട്, ISIയും ഭീകരരും തമ്മിൽ ബന്ധമുണ്ട്. ഇതൊരു വിഷ്യസ് സർക്കിളാണ്. പാകിസ്ഥാൻ സൈന്യം, പാകിസ്ഥാൻ്റെ ഇന്റർ സർവീസ് ഇൻ്റലിജൻസ് അവരുടെ കേന്ദ്രത്തിൽ തന്നെയാണ് ഈ പ്ലോട്ട് ഹാച്ച് ചെയ്തതെന്നാണ് ഇപ്പോൾ വൈകി വരുന്ന വിവരം. ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ ഈ വലിയ സൂത്രധാരത്വം അവരെല്ലാം ഒത്തുകൂടിയത് ISI കേന്ദ്രങ്ങളിലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഇത് സോഴ്സ് ഓഫ് ഫണ്ടിങ് എന്ന് പറയുന്നത് ആർമിക്ക് പോകുന്ന പണം ഉൾപ്പെടെ ഭീകരവാദത്തിലേക്ക് ആത്യന്തികമായി ഭീകരതയെ സഹായിക്കാനായി എത്തി നിൽക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷം മുൻപ് നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വലിയ തോതിൽ നാർക്കോട്ടിക് ഡീൽ അത് ഫലപ്രദമായി കർട്ടയിൽ ചെയ്യാൻ കഴിഞ്ഞു. പണ്ട് ഈ ഒരു നാർക്കോട്ടിക് ഒരു മേഖലയാണ് അഫ്പാക് മേഖല. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചേരുന്നൊരു മേഖലയാണ്. അതിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുൾപ്പെടെ കടന്നു വരുന്ന പോപ്പിയും മറ്റ് ലഹരി വസ്തുക്കളും ഇന്ത്യയിലേക്ക് കടക്കുന്ന കാശ്മീർ വഴിയും അതിർത്തി കടന്നും ഇന്ത്യയിലേക്ക് ബാച്ചുകളായി കടക്കുകയും അതുണ്ടാക്കുന്ന സുരക്ഷാ ഭീഷണി, അത് കാശ്മീരിലുള്ള അകത്തും പുറത്തുമുള്ള തീവ്രവാദികൾക്ക് ഫണ്ടിങ്ങിന് വേണ്ടി ആ പണം, അത് വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിക്കുന്ന ഒരു രീതി, അതിനെ ഫലപ്രദമായി തടയാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ പോപ്പി റൂട്ട് അൺഅവൈലബിൾ ആകുമ്പോൾ പിന്നെ ഉള്ളത് പാകിസ്ഥാൻ കടം വാങ്ങിയ പണമാണ്. ആ പണം ഉൾപ്പെടെ ഭീകരതയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് ഫലപ്രദമായി തെളിയിക്കാനായാൽ ഉറപ്പായി കൂടുതൽ സഹായം പാകിസ്ഥാന് ലഭിക്കുന്നില്ല എന്ന് ഇന്ത്യക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വിവിധ തലങ്ങളിലുള്ള ഒരു സ്ട്രൈക്കാണ്. കാരണം ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് എന്താണ് സംഭവിക്കുക? ഇവിടെ നേരത്തെ ഡിബേറ്റ് ചെയ്തു, സർജിക്കൽ സ്ട്രൈക്ക് നടന്നോ, എവിടെ തെളിവ്? ഈ തെളിവൊക്കെ ചോദിച്ചാൽ അത്ഭുതകരമാണ്. അമേരിക്ക ചന്ദ്രനിൽ പോയി ഇറങ്ങിയതിന് ശേഷം ചന്ദ്രനിൽ ഇറങ്ങിയതിന് എന്താണ് തെളിവ് എന്ന് ഇപ്പോഴും ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരു ഡെമോക്രാറ്റിക് വേൾഡിൽ അതുപോലെ ഒരു ഡിബേറ്റൊക്കെ സംഭവിക്കും. അത് സംഭവിക്കണം എന്നത് പാകിസ്ഥാൻ്റെ ആവശ്യമാണ്. ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കണമെന്ന്. കാരണം പ്രതിപക്ഷ കക്ഷികൾ ഈ അനവസരത്തിൽ നടത്തുന്ന പ്രസ്താവനകളെല്ലാം തന്നെ പാകിസ്ഥാന് ഊർജ്ജമാകുന്ന കാര്യമാണ്. തീർച്ചയായും പ്രതിപക്ഷം ചോദ്യം ചെയ്യണം, ഇങ്ങനൊരു സർജിക്കൽ സ്ട്രൈക്ക് നടന്നോ, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യണം. ഇതല്ല അതിനുള്ള സമയം, ഇതല്ല സമയമെന്ന് വളരെ ബുദ്ധിപൂർവ്വം ഡോക്ടർ ശശി തരൂർ കഴിഞ്ഞ ആഴ്ച അത് പറയുകയും ചെയ്തതാണ്. തീർച്ചയായും പ്രതിപക്ഷത്തിനൊരു ധർമ്മമുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യാനുള്ള ധർമ്മമുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു കാട്ടാനുള്ള ചുമതലയുണ്ട്. പക്ഷേ സമയവും നേരവും കാലവും നോക്കി വേണം ഒരു കാര്യം പറയാൻ. ആ ഒരു കാര്യം തരൂർ ഭംഗിയായി പറഞ്ഞു വെച്ചു. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ.
ഇനി പാകിസ്ഥാനെ ആത്യന്തികമായി പിന്നെ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഭീകരത അവസാനിപ്പിക്കണമെങ്കിൽ ഈ പാകിസ്ഥാന് സൈനികമായ തിരിച്ചടി കൊടുത്തതുകൊണ്ട് മാത്രം ആവില്ല. സൈനികമായി അൺആക്സെപ്റ്റബിൾ ഡാമേജ് ഇൻഫ്ലിക്റ്റ് ചെയ്യാനുള്ള കരുത്ത് ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങൾക്കുണ്ട്, യാതൊരു സംശയവുമില്ല. ഈ തിരിച്ചടി ഉണ്ടാകാം, ഇന്ത്യക്കും ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ടും റൂട്ട് ടു ദ ഇഷ്യൂ തീരുന്നില്ല. ഇവിടെ ഇന്ത്യ വിരോധത്തെ അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഷ്യൽ ഫാബ്രിക്കാണ് പാകിസ്ഥാനിൽ. അത് പൊളിറ്റീഷ്യൻസ് ആയിക്കൊള്ളട്ടെ, സൈന്യമായിക്കൊള്ളട്ടെ, ISI ആയിക്കോട്ടെ, പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ ഇന്ത്യ വിരുദ്ധതയാണ്. അവിടുത്തെ മദ്രസകളിലെ പഠനം അല്ലെങ്കിൽ അവിടുത്തെ ട്രെയിനിങ് പാർട്ടികളുടെ അവർ തമ്മിൽ മത്സരിക്കുകയാണ്. ആരാണ് ഏറ്റവും അധികം ഇന്ത്യ വിരോധം പറയുന്നത്? പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയാണോ, അതോ പാകിസ്ഥാൻ മുസ്ലിം ലീഗാണോ, അതോ തെഹ്രീക്കെ പാകിസ്ഥാൻ ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണോ? ഇവരെല്ലാം തമ്മിൽ മത്സരമാണ്. അതുകൊണ്ടാണ് ബെനസീർ ഭൂട്ടോ ഒരു പടി കൂട്ടിപ്പറഞ്ഞത്. അദ്ദേഹത്തിന് ചുമതലയൊന്നുമില്ലെങ്കിലും ആണവായുധം ഉപയോഗിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലാത്ത ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് ആ ഒരു പശ്ചാത്തലത്തിൽ ചേർത്ത് വായിക്കണം. അതുകൊണ്ട് ഇന്ത്യ വിരോധം ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുന്നു, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് മാറിയിരിക്കുന്നു, ഒരു കൾച്ചറായി മാറിയിരിക്കുന്നു. അത് അവസാനിച്ചെങ്കിലേ പറ്റൂ. ഉള്ള കാലം മുഴുവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. പാകിസ്ഥാൻ ഒരു പ്രോപ്പർ ഇക്കോണമിയിലേക്ക് തിരിയണം, ഒരു മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് തിരിയണം. അല്ലാതെ ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ ഭീകരതയെ വളർത്തുന്ന ഒരു വ്യവസായ സ്ഥാപനമായി പാകിസ്ഥാൻ മാറാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വേദനിക്കുന്നത് എവിടെ? ഒന്ന്, ജലം കടത്തിവിടാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അവിടുത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥ ആകെ അട്ടിമറിക്കപ്പെടും. ജനം ഒന്ന് ആലോചിക്കും, ബുദ്ധി ഉണ്ടെങ്കിൽ ജനം തിരിഞ്ഞൊന്ന് ആലോചിക്കും, എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? അനാവശ്യമായി ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ നിന്നും ഭീകരരെ പറഞ്ഞു വിടുമ്പോൾ ഇത് അവർ ചെയ്തിരിക്കും. ഞങ്ങളുടെ കഞ്ഞിയിലാണ് അവസാനം മണ്ണ് വാരിയിട്ടതെന്ന് പാകിസ്ഥാൻ പഞ്ചാബിലെ കർഷകർ, പാകിസ്ഥാൻ സിന്ധിലെ കർഷകർ, ഈ ജലത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കർഷകർ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇപ്പോഴതിൻ്റെ ക്രഞ്ച് ഫീൽ ചെയ്യില്ല. കാരണം അണക്കെട്ടുകൾ ഉണ്ടാകണം, ഇന്ത്യയുടെ ഭാഗത്ത് അണക്കെട്ടുകൾ ഉണ്ടാകണം. അതുകൊണ്ട് ഇന്ത്യ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പെട്ടെന്ന് എല്ലാവരും അക്ഷമരാണ്. എന്തുകൊണ്ടൊരു ആക്രമണം നടക്കുന്നില്ല, ഇപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള ഹൈപ്പാണ്, ഒരുതരം വാർ മോങ്കറിംഗ് ആണ് നടക്കുന്നത്. അതിലല്ല കാര്യം. ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സോഴ്സ് ഓഫ് ഫണ്ടിങ് കട്ട് ചെയ്യണം, മനോഭാവം മാറണം. അത് പ്രോപ്പഗൻഡ ഡ്രൈവ് കൊണ്ട് മനോഭാവം മാറില്ല. അവർ ആത്മപരിശോധന, പാകിസ്ഥാൻ പൗരന്മാർ ആത്മപരിശോധന നടത്തണം. ആത്മപരിശോധന നടത്തണമെങ്കിൽ അവരുടെ ഭൗതികമായ അവസ്ഥയിൽ, അവരുടെ സാമ്പത്തികമായ അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം അവർ തന്നെ ചോദിക്കും. അവിടെ ഒരു ബുദ്ധിജീവി വർഗമുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. പാകിസ്ഥാനിൽ യൂണിവേഴ്സിറ്റികളുണ്ട്, പാകിസ്ഥാനിൽ ചിന്തകന്മാരുണ്ട്, പാകിസ്ഥാനിൽ വിവരമുള്ള ആളുകളുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. അവിടെ ഒരു അഭിപ്രായം തിരിയും. എത്ര കാലം ഈ വിക്രമാദിത്യൻ്റെ തോളിൽ വേതാളം കിടക്കുന്നത് പോലെ ആർമി ഇങ്ങനെ ഞങ്ങളുടെ തോളിൽ എത്ര കാലം അള്ളിപ്പിടിച്ച് കിടക്കും? ഇതൊരു ബാധ്യതയാകുന്നില്ലേ? ഞങ്ങളുടെ വിഭവങ്ങളുടെ 50% ബഗൻ വെട്ടി വിഴുങ്ങുന്നത് പോലെ ആർമി വെട്ടി വിഴുങ്ങുകയല്ലേ? അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കും. രാഷ്ട്രീയ കക്ഷികൾ മാറി ചിന്തിക്കും, ജനം മാറി ചിന്തിക്കും, ബുദ്ധിജീവികൾ മാറി ചിന്തിക്കും. അങ്ങനെ വരണമെങ്കിൽ ഇതൊരു സ്ലോ ആൻഡ് സ്റ്റഡി ഒരു പ്രോഗ്രസ് ആണ്. അപ്പോൾ സ്ക്വീസ് വരാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ച ഗ്രേ ലിസ്റ്റിലോ ഡാർക്ക് ലിസ്റ്റിലോ ഒക്കെ പെടുത്തുക വഴി ഫണ്ടിങ് കുറയും. അപ്പോൾ ഫണ്ടിങ് ഇല്ലാതായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാനാവില്ല. അപ്പോൾ ആ രീതിയിൽ തീവ്രവാദത്തിൻ്റെ തോത് കുറയ്ക്കുകയും അതേസമയം പ്രതീകാത്മകമായി തിരിച്ചടി, സർജിക്കൽ സ്ട്രൈക്കോ മറ്റേതെങ്കിലും രൂപത്തിലോ തിരിച്ചടി നേടുകയും ചെയ്യുമ്പോൾ ഒരു ബാലൻസ്ഡ് ലെവലായി. കാരണം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ശാശ്വതമായ പരിഹാരത്തിനാണ്. ഓരോ പ്രാവശ്യവും ഒരു ഭീകരാക്രമണം നടക്കുന്നു, നമ്മൾ തിരിച്ച് സർജിക്കൽ സ്ട്രൈക്ക്, ഇത് എത്ര കാലം തുടരാനാവും? അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഈ സമയമെടുത്തുകൊണ്ട്, ഏറെ സമയമെടുത്തുകൊണ്ട്, മൊമെൻറ്റം ബിൽഡ് ചെയ്തുകൊണ്ട്, എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട്, അന്താരാഷ്ട്ര നയതന്ത്ര സാധ്യതകളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ന്യായവും യുക്തവും എന്നാൽ ശക്തവുമായ ഒരു പ്രതികരണം, തിരിച്ചടിയെന്ന് ഞാൻ പറയുന്നില്ല, പ്രതികരണത്തിലേക്ക് കിടക്കുകയാണ്. ആ പ്രതികരണത്തിൻ്റെ രൂപവും ഭാവവും എന്ന് പറയുന്നത് കേവലം കുറേ ബോംബിടുക എന്നതല്ല. അതിൻ്റെ ഭാഗമാണ് സാമ്പത്തികമായ സ്ക്വീസ്, ഞെരുക്കം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഞെരുക്കത്തിലൊരു പുതിയൊരു നയതന്ത്രമാണ്. അതൊരു വിശാല അർത്ഥത്തിലുള്ള നയതന്ത്രമായി അതിനെ കാണേണ്ടതുണ്ട്. അതെ, തീർച്ചയായും.